ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ബാലഗ്രഹസ്തത്ര വിചിൻവതി ശിശൂൻ യദൃച്ഛയാ നന്ദഗൃഹേ സദന്തകം ബാലം പ്രതിച്ഛന്ന നിജോരു തേജസം ദദർശ തൽപേഗ്നിമിവാഹിതം ഭസി. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണിത്. നമുക്കതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ബാലഗ്രഹസ്തത്ര, ബാലഗ്രഹ തത്ര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ബാലഗ്രഹസ്തത്ര. ബാലഗ്രഹ എന്നാൽ ബാലന്മാരെ നിഗ്രഹിക്കുന്ന, തത്ര അവിടെ, വിചിൻവതി പറഞ്ഞാൽ അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ പൂതനയുടെ നിയോഗം എന്താ? പൂതനയെ കംസൻ നിയോഗിച്ചത് തന്നെ ശിശുക്കളെയൊക്കെ കൊന്നൊടുക്കുക എന്ന ദൗത്യമായിരുന്നു. അപ്പോൾ ഇവിടെയും വന്ന് ഉണ്ണികളെ തനിക്ക് കൊന്നൊടുക്കാനുള്ള ഉണ്ണികളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് വന്നത് എന്ന് പറയുമ്പോഴും പൂതനയ്ക്ക് തൻ്റെ ചാരന്മാർ മുഖാന്തരം വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ രണ്ട് ശിശുക്കളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായും നന്ദഗോപരുടെ ഗൃഹം ലക്ഷ്യമാക്കി തന്നെയാണ് ഈ പുറപ്പാട്. ഇവിടെ അങ്ങനെയുള്ള ഉണ്ണികളെ, ബാലന്മാരെ അന്വേഷിച്ചുകൊണ്ട് അവിടെ ശിശൂൻ എന്നാൽ കുട്ടികളെ, ഉണ്ണികളെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് യദൃച്ഛയ എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായി. ഇവിടെ സത്യത്തിൽ എത്തിച്ചേരുന്ന പൂതനയുടെ ആ ഒരു കർമ്മബലത്തിൻ്റെ വൈഭവം കൊണ്ടാണ്, അതിൻ്റെ ഒരു നിയോഗം കൊണ്ടാണ് ഭഗവാന്റെ അടുക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. യാദൃശ്ചികമായി ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നതല്ല എന്ന് സാരം. നമുക്ക് സജ്ജനങ്ങൾ പറയാറുണ്ട്, ശൂർപ്പണഖയുടെ പുനർജന്മമാണ് അത്രേ പൂതന. അപ്പോൾ പോയ ജന്മത്തിൽ ഭഗവാന്റെ ദർശനത്തിനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു ഈ പൂതനയ്ക്ക്. അന്നും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിച്ചുവെങ്കിലും ഇതേപോലെ ഒരു സുന്ദരീ ഭാവം കൈക്കൊണ്ടുകൊണ്ട് ഭഗവാന്റെ സമീപത്തിലേക്ക് എത്തിയെങ്കിലും അന്ന് അതിന് സാധിച്ചില്ല ഭഗവാനിലേക്ക് ലയിച്ചു ചേരാൻ. ഇവിടെ ഭഗവാനിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ അതേപോലെ ഒരു സുന്ദരീ വേഷം ധരിച്ചുകൊണ്ട്. അപ്പോൾ പോയ ജന്മത്തിൽ തനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആ ലയം, പോയ ജന്മത്തിൽ ശാരീരികമായ ലയമായിരുന്നു ശൂർപ്പണഖ കാക്ഷിച്ചിരുന്നതെങ്കിൽ ഇവിടെ ആ പരമമായ ലയം, ഭഗവാനിലേക്ക് സർവവും സമർപ്പിച്ച് ലയിച്ചു ചേരാൻ തയ്യാറായി പൂതന എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ പോയ ജന്മത്തിൽ താൻ കൊതിച്ച ഭഗവാനിലേക്കുള്ള ലയം ഈ ജന്മത്തിൽ സാക്ഷാത്കരിക്കുവാൻ പൂതനയായി ആ ഒരു കർമ്മബലത്തിൻ്റെ വൈഭവം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഭഗവാന്റെ സമീപത്തേക്ക് എത്തിച്ചേരാനായത് പൂതനയ്ക്ക്. പക്ഷേ വ്യാസഭഗവാൻ ഇവിടെ ആ ഒരു ഇതിനെ ഒന്ന് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി അത് യാദൃശ്ചികമായി സംഭവിച്ചതെന്നോണം അത് വർണ്ണിച്ചിരിക്കുന്നുവെന്ന് മാത്രം. ഇവിടെ പറയാണ് യാദൃച്ഛികമായി, യദൃച്ഛയാ നന്ദഗൃഹേ സദന്തകം, നന്ദഗൃഹേ അസദന്തകം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നന്ദഗൃഹേ സദന്തകം. നന്ദഗൃഹ എന്ന് പറഞ്ഞാൽ നന്ദഗോപരുടെ ഗൃഹത്തിൽ, ഭവനത്തിൽ. അസദന്തകം, അസത്തുക്കളുടെ അന്തകനായ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ അന്തകനായ ബാലം. ബാലം എന്നാൽ കുട്ടിയെ, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ, ആ ബാലമുകുന്ദനെ. ബാലമുകുന്ദനാകട്ടെ പ്രതിച്ഛന്ന നിജോരു തേജസം, തൻ്റെ നിജോരു തേജസം, നിജമായിട്ടുള്ള തൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു തേജസ്സിനെ, മഹത്തിനെ, ആ ഒരു മാഹാത്മ്യത്തെ, മഹത്വത്തെ പ്രതിച്ഛന്ന മറയ്ക്കപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആ ഉണ്ണി, ആ ബാലമുകുന്ദൻ അങ്ങനെ അവിടെ ആ നന്ദഗൃഹത്തിൽ ശയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഉണ്ണിയെ
ദദർശ, കണ്ടു. ഈ ജന്മത്തിലും പൂതനയ്ക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് കണ്ടു വന്ന ആ ഉണ്ണിയാണെങ്കിൽ തൻ്റെ ആ ഒരു മഹത്വത്തെ, തൻ്റെ ആ ഒരു തേജസ്സിനെ മറച്ചുകൊണ്ടാണ് ഇപ്പോൾ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഭഗവാൻ ഇപ്പോൾ ഉണ്ണിയായി ബാലമുകുന്ദനായി ഇവിടെ ശയിക്കുമ്പോൾ അത് ആ ഗോപസ്ത്രീകളുടെ, ഗോപികമാരുടെ, ഗോപന്മാരുടെ, നന്ദഗോപരുടെ, യശോദാമയുടെ ഉണ്ണിയായിട്ടാണ് ഇവിടെ കഴിയുന്നത് ഭഗവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് തൻ്റെ തേജസ്സിനെ മുഴുവൻ അവിടെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എപ്രകാരം എന്നാൽ തൽപേഗ്നിമിവാഹിതം ഭസി, തൽപേ അഗ്നിം ഇവ ആഹിതം, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് തൽപേഗ്നിമിവാഹിതം. തൽപ്പ എന്ന് പറഞ്ഞാൽ ആ ഒരു തൽപ്പത്തിൽ, ആ ഒരു കിടക്കയിൽ ഉണ്ണി അങ്ങനെ കിടക്കുന്നത് കണ്ടു. ആ ഉണ്ണിയാകട്ടെ തൻ്റെ തേജസ്സിനെ എപ്രകാരമാണ് മറച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അഗ്നിം ഇവ ആഹിതം. അഗ്നിം, അഗ്നിം എന്നാൽ അഗ്നിയെ, ഇവ എന്ന് പറഞ്ഞാൽ പോലെ, അങ്ങനെ. ആഹിതം, ആഹിതം എന്നാൽ മൂടിക്കിടക്കുന്ന. ഭസി, ഭസി എന്നാൽ ഭസ്മം, വെണ്ണീർ. അപ്പോൾ അഗ്നിയെ എപ്രകാരമാണോ വെണ്ണീറ് മറച്ചിരിക്കുന്നത്, പ്രത്യക്ഷത്തിൽ കാണാനാകാത്തത്, ചാരത്തിനുള്ളിലെ അഗ്നിയെ കാണാൻ കഴിയാത്തതുപോലെ, എന്നാലോ അതിനെ ഒരിക്കൽ സ്പർശിച്ചാൽ അതിൻ്റെ ചൂടറിയുന്നതുപോലെ ഭഗവാനെ അവിടുന്ന് തൻ്റെ മുഴുവൻ തേജസ്സിനെയും മറച്ചുകൊണ്ട് ഈ ബാലമുകുന്ദ രൂപത്തിൽ ഇവിടെ വസിക്കുന്നുവെങ്കിൽ ഒരിക്കൽ അതിനെ ഒന്ന് സ്പർശിച്ചാൽ ആ മഹത്വത്തെ അറിയാൻ കഴിയും, ആ തേജസ്സിനെ അറിയാൻ കഴിയും. അതാണ് ഇനിയും നമുക്കിനിയും വരുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. പൂതന അതിൻ്റെ ആ മഹത്വത്തെ ശരിക്ക് അറിയുന്നത്, അനുഭവിക്കുന്നത്. ഇവിടെ ആ ബാലമുകുന്ദൻ യശോദാമയുടെയും നന്ദഗോപരുടെയും ആ ഗോകുലവാസികളുടെ ഒന്നാകെ ഉണ്ണിയായി ഇവിടെ വാഴുന്നത് തൻ്റെ ആ പരിപൂർണ തേജസ്സിനെ മറച്ചു വെച്ചുകൊണ്ടാണ്. എപ്രകാരമാണോ ചാരം അഗ്നിയെ മറയ്ക്കുന്നത് അപ്രകാരം മറച്ചുകൊണ്ട് ഇവിടെ കഴിയുകയാണ് ആ പൊന്നുണ്ണിക്കണ്ണനെ. ശിശുഘാതകയായിട്ടുള്ള പൂതന തൻ്റെ കർമ്മത്തിൻ്റെ ബലം കൊണ്ട്, തൻ്റെ കർമ്മബലത്തിൻ്റെ ഒരു നിയോഗം കൊണ്ട് പൂതന യാദൃശ്ചികമായിട്ടെന്നോണം ഇവിടെ വന്ന് ആ ബാലമുകുന്ദനെ ഒന്ന് കാണാനുള്ള ഭാഗ്യമുണ്ടായി, കണ്ടു. ആ ദിവ്യ ദർശനം ലഭിക്കുവാൻ പൂതനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ പൂതനയ്ക്ക് തൻ്റെ മഹാത്മ്യത്തെ, തൻ്റെ മഹത്വത്തെ നന്നായി ഭഗവാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയുള്ള ലീലകൾ, ഈ ഒരു ലീലയിലൂടെ. ഇനി അങ്ങോട്ട് ആ ലീലയുടെ വർണ്ണനയാണ്. അവിടെയൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, കാലമെത്താതെ പോയിയല്ലോ. ചിലരുടെ വേർപാട് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. നമ്മളൊട്ടും നനച്ചിരിക്കാത്ത നേരത്ത് ചിലരൊക്കെ നമ്മളെ വേർപിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് കാലമെത്താതെ പോയല്ലോ എന്ന്. സത്യത്തിൽ കാലമെത്താതെ ആരും എങ്ങും പോകുന്നില്ല. അവരുടെയൊക്കെ കാലം എത്തിയിട്ട് തന്നെയാണ് അവർക്കൊക്കെ ഈ യാത്രയിൽ നിന്നും പിൻവാങ്ങേണ്ടി വരുന്നത്. ഇവിടെ പൂതനയും കാലം എത്തിയപ്പോൾ ആ ഉണ്ണിയെ തേടി എത്തിയിരിക്കുകയാണ്. കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു വിളക്കിൻ്റെ ചുറ്റും കാലം എത്തുമ്പോൾ ഈയാമ്പാറ്റകൾ അണയുന്നതുപോലെ ഇവിടെ പൂതനയും ഓടി അണഞ്ഞിരിക്കുകയാണ്. തൻ്റെ കാലം എത്തിയിരിക്കുന്നു ആ ഉണ്ണിയെ കാണാൻ, ഉണ്ണിയിലേക്ക് സർവവും ലയിപ്പിക്കാൻ, തന്നെ സമർപ്പിക്കാൻ സമയമായപ്പോൾ പൂതന ഓടിയെത്തിയിരിക്കുകയാണ് ഭഗവാന്റെ അടുത്തേക്ക്. ഇനി നമുക്ക് ആ മനോഹരമായ ലീലയാണ് ഇനിയുള്ള തുടർന്നുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാവുന്നത്. ഇനി തൽക്കാലം നമുക്ക് ആ ഒരു ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം.
ബാലഗ്രഹസ്തത്ര വിജിൻവതി ശിശൂൻ യദൃച്ഛയാ നന്ദഗൃഹേ സദന്തകം ബാലം പ്രതിച്ഛന്ന നിജോരു തേജസം ദദർശ തൽപേഗ്നിമിവാഹിതം ഭസീം. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ നന്ദഗൃഹേ സദന്തകം അവിടെ ആ ഒരു ഇടയ്ക്കൊരു നമുക്ക് കാണാൻ ഡോളർ സൈൻ വരുന്നുണ്ട്. അവിടെ ഗൃഹേ സദ ആ ഏകാരം നീട്ടിയെടുക്കുമ്പോൾ അത് അസതെന്നാകും. പിന്നെ അടുത്തത് അന്തകമാണ്. അതുകൊണ്ട് ദായ്ക്ക് ആകാരം കൊടുത്തു വായിക്കുക. പിന്നെ മൂന്നാമത്തെ വരിയിൽ പ്രതിച്ഛന്ന നിജോരു തേജസം, അവിടെ ആ ഛ ഒക്കെ വായിക്കുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവാൻ ചിലപ്പോൾ തുടക്കക്കാർക്ക്, എന്നാലും ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ നാലാമത്തെ വരിയിൽ തൽപേഗ്നിമിവാഹിതം ഭസി, ഇവിടെ ആ തൽപേഗ്നിം അവിടെ ഏകാരം നീട്ടിയെടുക്കുക. അതുപോലെ ഇവാഹിതം ആകാരം നീട്ടിയെടുക്കുക, ആഹിതമാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി പറയാം. ബാലഗ്രഹ തത്ര വിചിൻവതി യദൃച്ഛയാ നന്ദഗൃഹേ അസദന്തകം പ്രതിച്ഛന്ന നിജോരു തേജസം ബാലം ഭസി ആഹിതം അഗ്നിം ഇവ തൽപേ ദദർശ. ഒന്നുകൂടി പറയാം. ബാലഗ്രഹ തത്ര ശിശൂൻ വിജിൻവതി യദൃച്ഛയാ നന്ദഗൃഹേ അസദന്തകം പ്രതിച്ഛന്ന നിജോരു തേജസം ബാലം ഭസി ആഹിതം അഗ്നിം ഇവ തൽപേ ദദർശ. അങ്ങനെ ആ ഉണ്ണിയെ കണ്ടു. ഇനി ബാക്കി അടുത്ത ശ്ലോകത്തിൽ കാണാം. ഹരേ കൃഷ്ണ.